ഹലോ ഫ്രണ്ട്സ്, ഐ എം നിഷ ഫ്രം നിസാസ് കിച്ചൺ. വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ടൊമാറ്റോ പുലാവാണ്. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലേക്ക് വേണ്ടി വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റുള്ളൊരു ഡിഷാണിത്. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബസ്മതി റൈസ് 2 ഗ്ലാസ്. നന്നായിട്ട് റൈസ് വാഷ് ചെയ്ത ശേഷം 20 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക. പിന്നീട് അതിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് വെള്ളം റിമൂവ് ചെയ്തെടുക്കുക. തക്കാളി 3 എണ്ണം മീഡിയം സൈസ് നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. സവോള ഒരെണ്ണത്തിൻ്റെ പകുതി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തത്. പച്ചമുളക് 2 എണ്ണം രണ്ടായിട്ട് നെടുവേ കീറിയത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചതച്ചത്. 4 അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തത്. ഹോട്ട് ചില്ലി പൗഡർ 1 ടീസ്പൂൺ. ഗരം മസാല 1 ടീസ്പൂൺ. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ആവശ്യമായിട്ടുള്ള സ്പൈസസ്: കറുവാപ്പട്ട 1 പീസ്, ഏലക്ക 2 എണ്ണം, ഗ്രാമ്പൂ 2 എണ്ണം, പെരുംജീരകം 1/4 ടീസ്പൂൺ, നല്ല ജീരകം 1/4 ടീസ്പൂൺ, കുറച്ച് മല്ലിയില, കടുക് 1 ടീസ്പൂൺ, ഓയിൽ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. ഇനി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചുവട് കട്ടിയുള്ള ഒരു പാന് ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ, അതുപോലെ ഏതെങ്കിലും റീഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരണം. ഓയിലിപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു ചെറിയ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് മുഴുവനും നന്നായിട്ടൊന്ന് പൊട്ടി വരണം. കടുക് മുഴുവനും ഇപ്പോൾ പൊട്ടി തീർന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഏലക്കായും ഗ്രാമ്പൂവും കറുവാപ്പട്ടയും അതിൻ്റെ കൂട്ടത്തിൽ 1/4 ടീസ്പൂൺ പെരുംജീരകവും 1/4 ടീസ്പൂൺ നല്ല ജീരകവും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഇതുപോലെ ചെറിയ അളവിൽ മാത്രം ചേർത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നന്നായിട്ട് ചതച്ച ഒരു കഷ്ണം ഇഞ്ചിയും നന്നായിട്ട് ചതച്ചെടുത്ത 4 അല്ലി വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനെ ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റണം. ഇതിൻ്റെ എല്ലാം നല്ലൊരു ഫ്ലേവർ ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. സവോള നമ്മൾ അധികം ചേർക്കാൻ പാടില്ല. ഞാനൊരു ചെറിയ സവോളയുടെ പകുതിയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്കിത് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരുന്നത് വരെ വഴറ്റാം. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇപ്പോൾ സവോളയ്ക്ക് വേണ്ടിയിട്ട് മാത്രം കുറച്ചൊന്ന് ചേർത്താൽ മതി. ഇതെല്ലാം നന്നായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നത് വരെ വഴറ്റാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ലോ ഹീറ്റിലേക്ക് മാറ്റാം. അടുത്തായിട്ട് നമ്മൾ പൊടികൾ ചേർക്കാൻ പോവുകയാണ്. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ ഹോട്ട് ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. 2 ഗ്ലാസ് അരിക്ക് ഈ ഒരളവിൽ മാത്രം പൊടികൾ ചേർക്കുക. ഇനി നമുക്കിതിനെ ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റാം. ഈ പൊടികളുടെ ഒരു പച്ചക്കുത്തൊന്ന് മാറി വരണം. ഇപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പൊടികളൊക്കെ ഇപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. നല്ല ഫ്രഷ് തക്കാളി തന്നെ ചേർക്കുക. നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഈ സമയത്ത് ഇത് മീഡിയം ഹീറ്റിലിടുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിനെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വരണം. അടച്ചു വെച്ച് കൊടുക്കാം. മീഡിയം ഹീറ്റിൽ ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചതിനെ വേവിക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മിക്സ് ചെയ്യാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഇതിലോട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം.
ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഒരു 2 മിനിറ്റ് ഇതിനെ ഈ മസാലയിലിട്ടിട്ട് ഒന്ന് വഴറ്റണം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം 1 ഗ്ലാസ് ബസ്മതി റൈസിന് നമ്മൾ 1.25 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ 2 ഗ്ലാസ് റൈസിന് 2.5 ഗ്ലാസ് വെള്ളം ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലൊട്ടും കൂടി പോകാൻ പാടില്ല. നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യമേ കുറച്ച് ഉപ്പ് ചേർക്കുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി ഇതിൻ്റെ ഉപ്പ് നോക്കണം. വെള്ളത്തിൽ ഉപ്പിൻ്റെ അളവ് കുറച്ച് മുന്നിട്ട് നിൽക്കണം, എന്നാലേ റൈസ് വെന്ത് വരുമ്പോൾ പാകത്തിന് ഉപ്പ് കാണത്തുള്ളൂ. ഇപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവാണ്, കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഒന്നും കൂടെ ഉപ്പ് നോക്കണം. ഇപ്പോൾ ഉപ്പിൻ്റെ അളവ് കറക്റ്റാണ്. ഇനി നമുക്കിതിനെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. മീഡിയം ഹീറ്റിൽ ഒരു 15 തൊട്ട് 20 മിനിറ്റിനുള്ളിൽ ഇത് കറക്റ്റ് വെന്ത് വെള്ളം വറ്റി വരും. ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് ആറായിട്ടുണ്ട്. അടപ്പ് മാറ്റാം. ഇപ്പോൾ റൈസിൻ്റെ ഉള്ളിലെ വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വറ്റി വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലെ സോഫ്റ്റായിട്ട് മിക്സ് ചെയ്യുക. ഒരുപാട് ബലം കൊടുത്ത് ഇളക്കി റൈസ് കുഴച്ച് കളയരുത്. ഇതിപ്പോൾ നമ്മുടെ റൈസിൻ്റെ വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വറ്റി പെർഫെക്റ്റ് ആയിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഇപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രഷ് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം. ഒന്നുകൂടെ നൈസായിട്ട് മിക്സാക്കി കൊടുക്കാം. റൈസ് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടാനായിട്ട് ഞാൻ പറഞ്ഞ അളവിലുള്ള വെള്ളം എടുക്കുക. 20 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ച ശേഷം 1 ഗ്ലാസ് റൈസിന് 1.25 ഗ്ലാസ് വെള്ളം മാത്രം ഒഴിക്കുക. അതുപോലെ തന്നെ പറഞ്ഞ അളവിലുള്ള മസാലപ്പൊടികൾ മാത്രം ചേർക്കുക. മുളക് പൊടിയൊന്നും ഒരുപാട് കൂടുതൽ ഇടരുത്. അങ്ങനെ ചെയ്താൽ റൈസിന് എരിവ് കൂടിപ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടാകും. നമ്മുടെ ടൊമാറ്റോ പുലാവ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി ഇതിനെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ടൊമാറ്റോ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് നമുക്ക് പപ്പടം, സാലഡ്, അച്ചാർ ഇതൊക്കെ മാത്രം മതിയാവും. കൂടുതൽ കറിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. താങ്ക്